ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നിപ്പോൾ ഒരു ക്ലാസ് ഉള്ള ഡേ ആണ് കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഹാഫ് ഡേ ആണ് കേട്ടോ ക്ലാസ് ഉള്ളൂ. ഉച്ചവരെ ക്ലാസ്സും അതിനുശേഷം സെലിബ്രേഷനും അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസം ലീവായിരുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്നാണ് ക്ലാസ്സിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. എന്നിട്ട് ആസ് യൂഷ്വൽ വീട്ടിലെ പണികളൊക്കെ എല്ലാമല്ല എന്നാലും അടിച്ചു വാരി വൃത്തിയാക്കി ബെഡൊക്കെ ക്ലീൻ ചെയ്തു, തുടച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. അത് ആക്ച്വലി അമ്മ ഇവിടെ ഇല്ല കേട്ടോ. മുത്തശ്ശന് ചെറുതായിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് മുത്തശ്ശൻ. അപ്പോൾ അമ്മ ഒരു 2-3 days ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വീട്ടിലെ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. കുക്കിംഗ് മൊത്തം അമ്മ ചെയ്യും. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അങ്ങനെ പുറത്തിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയിട്ടോ. പെട്ടെന്നായിരുന്നു സമയം പോകണ്ടായിരുന്നത്. രാവിലെ എണീറ്റതേ ഓർമ്മയുള്ളൂ. 9 മണിയായി കാണും കേട്ടോ ഇപ്പോൾ. അങ്ങനെ പെട്ടെന്ന് തേങ്ങയൊക്കെ തിരുമ്മി കൊടുത്ത് നേരെ റെഡിയാവാൻ പോയിട്ടോ. പിന്നെ ഞാൻ അധികം കുക്കിങ്ങൊന്നും ചെയ്തില്ല. പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി റെഡിയായി. അതിനുശേഷം വണ്ടി എടുത്തു കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോംബോ ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ് കോഡാണ് ഇടാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റ് കളർ ചൂസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ എത്തി. ഗിഫ്റ്റ് നമുക്ക് വേണമായിരുന്നു. കാരണം ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ ഒരു 100 rupeesൻ്റെ അകത്തുള്ളൊരു ഗിഫ്റ്റാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ നോക്കി കണ്ടോ. നല്ല റേറ്റുള്ളതാണ് ഈ സംഭവങ്ങൾക്കൊക്കെ, നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് ആ ഭാഗത്ത് കൂടെ പോയില്ല കേട്ടോ. ജസ്റ്റ് നോക്കി അവിടെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഈ ഒരു വാച്ചിനൊക്കെ 250 rupees ആണ്. ഫൈനലി നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഗായ്സ്. നമ്മളുടെ ബഡ്ജറ്റ് ഒത്തിരി കൂടിപ്പോയത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും കിട്ടിയില്ല. സോ നമ്മൾ ഓർത്തു ഒരു 100 rupeesൻ്റെ അകത്ത് വരുന്ന നല്ലൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. നമ്മൾ അടിപൊളി ചോക്ലേറ്റൊക്കെ വാങ്ങി അത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ കവർ ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ. അത് നമ്മൾ നേരെ തിരിച്ച് ക്ലാസ്സിലോട്ട് തന്നെ പോവുകയാണ്. 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞങ്ങളവിടെ എത്തിയത് 10:30-ക്കാണ്. അവസാനം കയറിയത് ഞങ്ങളാണ്. ഇന്ന് എക്കണോമിക്സ് ആയിരുന്നു ക്ലാസ്. അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ പുറത്ത് പോവുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ ഒരേ സംസാരമായിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. അടിപൊളിയായിരുന്നു ഫുഡ്. നമ്മൾക്ക് 12:30-ക്കായിരുന്നു കേട്ടോ ലഞ്ച് ബ്രേക്ക്. നമ്മൾ ഫുഡ് കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്ന് ക്ലാസ് എത്തുമ്പോഴത്തേനും 1:30 കഴിഞ്ഞു കേട്ടോ. അപ്പോഴും നമ്മൾ ലേറ്റ് തന്നെയാണ്. അങ്ങനെ ക്യാഷൊക്കെ അടച്ച് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ചിരിച്ച് കളിച്ച് ഫ്രണ്ട് എത്തി കേട്ടോ. ക്ലാസ്സിൻ്റെ ഫ്രണ്ട് എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളൊരു കറങ്ങാൻ പോലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെയാണ് കേട്ടോ ഇവിടെ നടന്നത്. അത് കഴിഞ്ഞ് ഇവിടെയാണ് കേട്ടോ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടി. കാരണം ഇതിൻ്റെ ബാക്ക് വശത്തൊക്കെ വണ്ടികളായിരുന്നു ഞാൻ തിരിച്ച് വരുന്ന സമയത്ത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റിയത്. പിന്നെ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോവാണ്. അവിടെ സെലിബ്രേഷനൊക്കെ തുടങ്ങി പകുതിയായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ് എത്തുമ്പോഴത്തേനും അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെയും സംസാരിച്ച് പതുക്കെയാണ് അവിടെ താഴെ എത്തിയത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എത്തി കേട്ടോ. ക്ലാസ് താഴെയാണ് സെലിബ്രേഷൻ നടക്കുന്നത്. നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് ക്രിസ്മസ് ട്രീയും സ്റ്റാറും അതുപോലെ തന്നെ ബലൂണും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റായിരുന്നു. ഫുൾ ബഹളമായിരുന്നു. പ്രോഗ്രാംസിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുകയാണ്. ട്യൂഷൻ പിള്ളേരുടെ ഡാൻസും അതുപോലെ തന്നെ പാട്ട് പാടാൻ അറിയുന്നവർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് പിള്ളേരൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മിസ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഗുർവി മിസ്സാണ് കേട്ടോ. പരിചയം ഇല്ലാത്തവർക്ക് പറഞ്ഞുതരാം. മലയാളം എടുക്കുന്ന PSCയിൽ മലയാളം എടുക്കുന്ന മിസ്സാണ്. അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും. നമ്മൾ കേട്ടിരിക്കും ക്ലാസ്സുകൾ. അത്രയും നല്ല കോമഡി ആയിട്ടൊക്കെ എടുക്കും. പിള്ളേർക്ക് ബോറടിക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും. എല്ലാവർക്കും അറിയാം, നല്ല ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ എക്കണോമിക്സ് ആയിരുന്നു ക്ലാസ്. ഈ സാറാണ് കേട്ടോ എക്കണോമിക്സ് എടുത്തത്. അടിപൊളിയായിരുന്നു. പഠിക്കാത്ത പിള്ളേർ വരെ പഠിച്ചു പോകും. അത്രയും നമ്മൾ ഇരുത്തി ഫുൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ക്ലാസ് എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, എന്നാലും പഠിച്ചു പോവും നമ്മൾ ആ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ. പിന്നെ വേറെയും കുറേ ടീച്ചേഴ്സും സാറുമാരൊക്കെ വന്ന് കുറേ സംസാരിച്ചു. സൈലത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സൈലത്തിലെ കുട്ടികളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് നന്നായിട്ട് സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാംസൊക്കെ ആരംഭിച്ചു. ഒരുപാട് പാട്ട് പാടലും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മെൽട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. അത്രയും അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ പിള്ളേരുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സാൻഡ് വന്നു. അങ്ങനെ കുറച്ച് നേരം സാൻഡിനെയൊക്കെ കണ്ട്
നമ്മൾ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കേക്ക് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു കട്ട് ചെയ്യുന്ന കേക്കാണെന്ന്, പക്ഷെ അല്ല, പീസ് കേക്കായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി കേക്കായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് പെന്നാണ് കേട്ടോ. 3 രൂപയുടെ പെന്നും ഡയറി മിൽക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റീൽസൊക്കെ ചെയ്ത് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണമായിരുന്നു, കാരണം എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇത് നമ്മളുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് നോക്കിയാൽ അടിപൊളി സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്. അതൊക്കെ അങ്ങനെ കുറച്ച് നേരം കണ്ടിരുന്നു. മുത്തശ്ശന് അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ ആണ്. അപ്പോൾ നാളെ ഡിസ്ചാർജ് ചെയ്യും. പിന്നെ നാളെ എങ്ങോട്ട് തിരിച്ച് വരേണ്ടി വരും. പിന്നെ അധികം നേരം നമ്മളവിടെ നിന്നില്ല, കാരണം പിന്നെയും കുറച്ച് സ്ഥലങ്ങളിലോട്ട് നമുക്ക് പോകേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും അമ്മയും കൂടെ അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾക്ക് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ ഗൈസ്.